എന്തായാലും ഇന്ത്യ പാക് മാച്ച് അതിന്റെ ആവശ്യത്തിൽ തന്നെയാണ് പാലക്കാട്ടെ ക്രിക്കറ്റ് ആരാധകരും. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തായാലും. അതെ, തീർച്ചയായിട്ടും നല്ലൊരു മാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ എല്ലാ പാലക്കാട് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഒരു മാച്ച്, സി ഡിവിഷൻ മാച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആവേശം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കളി കഴിഞ്ഞിട്ട് വേണം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പോയി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കളി തീർക്കണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കാണണം. അതാണ് ഞങ്ങൾ ജയിച്ചിട്ട് ഞങ്ങൾക്ക് വേഗം പോകണം. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കാണണം. ഇന്ത്യക്ക് തന്നെയാണ് സപ്പോർട്ട്. ഇന്ത്യ ജയിക്കുന്നത്. വിരാട് കോഹ്ലിന്റെ ഒരു സെഞ്ചുറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പാകിസ്ഥാനെതിരെ ഒരു നല്ലൊരു സെഞ്ചുറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇന്ത്യ പാകിസ്ഥാൻ എന്തായാലും നമ്മൾ ഇന്ത്യ ജയിക്കും. അതുപോലെ കോഹ്ലിയുടെ ഒരു കളി കാണാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. രോഹിത് ശർമ്മയുടെ ഒരു സെഞ്ചുറിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം നമുക്കത് കാണാൻ പറ്റും. രോഹിത്തിന്റെ ഫാന്റാസ്റ്റിക് ഇന്നിങ്സ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം. ഞങ്ങൾ ഈ മാച്ച് ജയിക്കും, അതുപോലെ ഇന്ത്യയും മാച്ച് ജയിക്കും, യാതൊരു സംശയമില്ല. ഓൾ ദ ബെസ്റ്റ് ടീം ഇന്ത്യ. ഇത്തവണ ലെജൻസിന്റെ നല്ലൊരു ഇന്നിങ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ പോലുള്ളവരുടെ നല്ലൊരു ഇന്നിങ്സ് വൺ സൈഡ് ആയിട്ട് പാകിസ്ഥാൻ ഇന്ന് അടിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എല്ലാവരും സിക്സ് അടിക്കണം, അങ്ങനെയാണ്. നമ്മുടെ ഇപ്പോൾ ഗില്ല് നല്ല ഫോമിലാണല്ലോ, അപ്പോൾ ആ ഒരു ഫോം തുടർന്നുകൊണ്ട് പോകണം. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ കളിയിൽ അവൻ ഫോമിലേക്ക് ഉയരണം, അതാണ് നമ്മുടെ ആഗ്രഹം. രോഹിത് ശർമ്മയും ഗില്ലും വിരാട് കോഹ്ലിന്റെ സെഞ്ചുറിയാണ് പ്രതീക്ഷിക്കുന്നത്. കളി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചാണ്. അതിൽ എന്തായാലും പാകിസ്ഥാനെ അടിച്ച് ഇന്ത്യ എന്തായാലും ജയിക്കും. ഹാർദിക് പാണ്ഡ്യന്റെ കളി നോക്കുന്നുണ്ട്. ആളൊരു 50 അടിച്ചാൽ ഹാപ്പിയാണ്. ജഡേജിന്റെ 5 ഇന്ത്യ ജയിക്കും ഉറപ്പന്നെ. പിന്നെ വിരാട് കോഹ്ലി സ്കോർ ചെയ്യും ഇപ്രാവശ്യം. രോഹിത് ശർമ്മയിലാണ് കാണുന്നത്. സെഞ്ചുറി അടിക്കാമെന്ന് അറിയില്ല, ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. ഗില്ല് ഫോമിലാണ്, ജയിക്കുമായിരിക്കും. ഗില്ലിലാണ് പ്രതീക്ഷ. അതെ, എക്സ്പെക്ട് ചെയ്യുക ഇന്ത്യ ജയിക്കുന്ന. കാരണം വെന്യൂ ദുബായ് ആണ്. പക്ഷേ ഹിസ്റ്ററി അത്ര ശരിയല്ല, കാരണം ഇതിനു മുമ്പ് 2 കളി തോറ്റിരിക്കുകയാണ്. അതും വേൾഡ് കപ്പ് തന്നെ ആയിരുന്നു. ബട്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ഗുഡ്. നന്നായി കളിക്കട്ടെ ഇന്ത്യ. ലെറ്റ്സ് ഗോ. ഓൾ ദ ബെസ്റ്റ് ഇന്ത്യ. അപ്പോൾ പാലക്കാടിന്റെ സ്നേഹമാണിത്. രാജേഷ് തകയ്ക്കൊപ്പം ഹാത്തിഫ് മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. ചില പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ പി ശ്രീനിവാസൻ പറയുന്നത് പാകിസ്ഥാൻ 175 ഓൾ ഔട്ട് ആകുമെന്നാണ്. ഒരു 350 കടന്നാലേ സുഖു എന്നാണ് ഷംനാദ് പറയുന്നത്. ഇന്ന് ശ്രേയസ് അയ്യരുടെ ദിവസമാകുമെന്ന് സിറാജുദ്ദീൻ പറയുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ശ്രുതി അലക്സ് പറയുന്നത്. 270 കടക്കില്ല പാകിസ്ഥാൻ എന്ന് പ്രഭു പറയുമ്പോൾ പാകിസ്ഥാൻ ഇന്നുകൊണ്ട് തോറ്റ് പുറത്താകും എന്ന് മോഹനൻ PK പ്രവചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുമെന്ന് യുനൈസ് റഹ്മാനും ഇന്ത്യ ജയിക്കും എന്ന് പ്രഭുവും പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നത് എറണാകുളത്ത് നിന്നാണ്. ശരത് എരൂർ. ശരത്, ഇന്ന് താരമാരാകുമെന്നാണ് പ്രതീക്ഷ? ഇന്ന് ശുഭ്മാൻ ഗില്ല് സെഞ്ചുറി അടിക്കുന്ന ഞാൻ പറയുന്നു. ശുഭ്മാൻ ഗിൽ സെഞ്ചുറി നേടും. പാകിസ്ഥാനെതിരെ ആദ്യ സെഞ്ചുറി അടിക്കും. 3 കളിയിൽ 84 റണ്ണാണ് ഇതുവരെ ഗില്ല് പാകിസ്ഥാനെതിരെ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഗില്ലിന്റെ ആദ്യ സെഞ്ചുറി വരും. ഇന്ന് ഗില്ല് സെഞ്ചുറി അടിക്കും.